വിശദമായ വാർത്തകളിലേക്ക്. പീരുമേടിൽ പ്ലാക്കത്തടത്തിന് സമീപം ആദിവാസി സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന സംശയം. പീരുമേട് തോട്ടാപ്പുര സ്വദേശി സീതയാണ് മരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. സീതയുടെ ശരീരത്തിൽ മൽപിടുത്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായും തല പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചതായും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമായി. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് സീത വനത്തിനുള്ളിൽ വെച്ച് മരിച്ചത്. കാട്ടാന അക്രമത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. സീതയുടെ തലയ്ക്കൊഴികെ ശരീരത്തിൽ മറ്റു മുറിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രാഥമിക പരിശോധനയിൽ വനം വകുപ്പിനും പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കും തോന്നിയ സംശയങ്ങളാണ് കാട്ടാന ആക്രമണമല്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതല്ലെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വ്യക്തമാക്കുന്നു. സീതയുടെ കഴുത്തിലും ശരീരത്തിലും മൽപിടുത്തം നടന്നതിന് സമാനമായ പാടുകൾ കണ്ടെത്തി. തലയുടെ ഇരുവശങ്ങളിലുമുള്ള ചതവുകൾ പരിക്കൻ പ്രതലത്തിൽ ശക്തമായി ഇടിപ്പിച്ച വിധത്തിലുള്ള പാടുകളുമുണ്ട്. ഇരുവശങ്ങളിലെയും വാരിയലുകൾ ഒടിഞ്ഞു. 3 വാരിയലുകൾ ശ്വാസകോശത്തിൽ കുത്തിക്കയറി. ഇതാവാം മരണത്തിന് ഇടയാക്കിയത് എന്നാണ് നിഗമനം. വിവരം വനം വകുപ്പിനെ വിളിച്ചറിയിച്ച ഭർത്താവ് ബിനുവിന്റെ മൊഴികളിൽ ആദ്യം മുതൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നതായി കോട്ടയം DFO വ്യക്തമാക്കി. കുറച്ച് ദൂരം നടന്നാണ് വന്നതെന്നാണ് ശ്രീ ബിനുവിന്റെ മൊഴിയിൽ ആദ്യം പറഞ്ഞത്. പിന്നീട് വീഴാറായപ്പോൾ എടുത്തുകൊണ്ട് വന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ജീപ്പിൽ കയറ്റി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഇവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ആനയുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുറിവുകളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല തന്നെയും ആന ആക്രമിച്ചു എന്ന് ശ്രീ ബിനു പറഞ്ഞു. ആന ആക്രമിച്ചെന്നല്ല, തന്നെ ആന എടുത്ത് എറിഞ്ഞിരുന്നു. അതായത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ ആന എടുത്ത് എറിഞ്ഞിരുന്നു എന്ന് ബിനു പറഞ്ഞിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ അപ്രകാരത്തിൽ ഈ ഒരു പരിക്കുകളൊന്നും ശ്രീ ബിനുവിന്റെ ശരീരത്തിൽ കാണാത്തതിനാൽ ശ്രീ ബിനുവിനെ വിശദമായിട്ടുള്ള വൈദ്യ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു. അപ്പോൾ ബിനുവിന്റെ ശരീരത്തിലും എക്സ്റേ അടക്കമുള്ള പരിശോധനകളിൽ യാതൊരു മുറിവുകളും കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ കാര്യം നമ്മുടെ സംശയം ബലപ്പെട്ടു. അപ്പോൾ ഇന്നലെ തന്നെ പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ അന്നേരം അവിടെ സന്നിഹിതനായിരുന്ന പീരുമേട് DYSPയോട് ഇക്കാര്യം സൂചിപ്പിച്ചു. വനം വകുപ്പിന് ഇക്കാര്യത്തിൽ മക്കളോട് ഒപ്പമാണ് വനത്തിലേക്ക് പോയതെന്നാണ് ബിനു പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. കൂടാതെ ബിനുവിനെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതായുണ്ട്. കൊല്ലപ്പെട്ട സീതയുടെ മൃതദേഹം സംസ്കരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.